ഹലോ, നമസ്കാരം. ഒക്ടോബർ 2-ാം തീയതി അവസാനിക്കുന്ന 10 ദിവസമായി തുടരുന്ന ഉപവാസ കൂട്ടായ്മയിൽ ഞാനും പങ്കാളിയായിരുന്നു. മകൾ ജെന്നിയുടെ ജീവനം നാച്ചുറൽ ഹൈജീൻ സെൻറ്റർ അതിൻ്റെ സംഘാടനത്തിലാണ് ഈ ഉപവാസക്രിയ ഗാന്ധി ജയന്തി ദിനത്തിൽ പൂർത്തിയാക്കിയത്. ഏകദേശം ഒരു കണക്ക് നോക്കിയപ്പോൾ ഒരു 10,000-നും താഴെ ആളുകൾ ഇതിൽ പങ്കാളികളായിട്ടുണ്ടായിരുന്നു. ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരുപാട് റിസൾട്ടുകളാണ് ഓരോരുത്തരും അറിയിച്ചു കൊണ്ടിരുന്നിരുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ചില അനുഭവങ്ങൾ, ഞാൻ ചെയ്തത് പൂർണ്ണമായും വാട്ടർ ഫാസ്റ്റിംഗ് ആയിരുന്നില്ല. കഴിഞ്ഞ വർഷം ഒരു 21 ദിവസത്തെ വാട്ടർ ഫാസ്റ്റിംഗ് കഴിഞ്ഞതാണ്. എങ്കിലും ഈ പ്രാവശ്യം അതിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഈ കൂട്ടായ്മയിൽ ഞാൻ ഒരു റോ ഡയറ്റ്, അതായത് രാവിലെ ഫ്രൂട്ട്സ് കഴിക്കുന്നു, വൈകിട്ട് റോ വെജിറ്റബിൾസ്, അങ്ങനെയായിരുന്നു എൻ്റെ ഈ ഒരു 10 ദിവസത്തെ ഉപവാസ രീതി. അങ്ങനെയായിരുന്നു. കാരണം കുറച്ച് പണികളെല്ലാം ഉണ്ടായിരുന്നു. വാട്ടർ ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നമ്മൾ വിശ്രമിക്കുക തന്നെ വേണം. അല്ലാതെ വാട്ടർ ഫാസ്റ്റിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റിംഗ് ആയിരിക്കില്ല. ജെന്നിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് പട്ടിണിയായിരിക്കും. അതുകൊണ്ട് ഈ മറ്റു പണികൾ, പറമ്പിലെ പണികൾ, കുറച്ച് തെങ്ങിന് വളമിടാനെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഞാൻ ഈ പ്രാവശ്യം ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി. പക്ഷേ ഇതിൽ തന്നെ നല്ലൊരു റിസൾട്ട് അനുഭവപ്പെട്ടു. എനിക്കിതിൽ ഒരു വീഴ്ച പറ്റിയത് എങ്ങനെയാണെങ്കിൽ, ഈ ചികിത്സ സമയത്ത് ഒരു 2 ദിവസം ഞാൻ ഈ തെങ്ങിന് വളമിട്ടതിന് ശേഷം നനയ്ക്കേണ്ടി വന്നു. അത് അല്പം ലോഡായി. ആ ലോഡ് പിന്നെ 2 ദിവസം ഞാൻ പൂർണ്ണമായി റെസ്റ്റ് എടുക്കേണ്ടി വന്നു. അത്ര മാത്രമേ ഉള്ളൂ. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ 10 ദിവസത്തിൽ ഈ 2 ദിവസം ഒഴികെ എല്ലാ ദിവസവും ഞാൻ രാവിലെ ജീവനത്തിൽ യോഗ അഭ്യസിപ്പിക്കാനായി പോയിരുന്നു. 1.5 മണിക്കൂറിനും മേലെ സമയം, ഏകദേശം 1.25 മണിക്കൂറോളം യോഗ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം മറ്റ് ഇതുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു 9:30-ക്ക് പ്രാണായാമമുണ്ട്. അതും കൃത്യമായിട്ട് എനിക്ക് രോഗികൾക്ക് എടുത്തു കൊടുക്കാൻ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ കൃത്യമായിട്ടുള്ള ദിനചര്യകൾക്കൊന്നും കോട്ടം പറ്റാതെ, അതേസമയത്ത് കായികമായിട്ടുള്ളൊരു അധ്വാനം വരുമ്പോൾ, ഗൗരവമുള്ള അധ്വാനം, കാരണം നമ്മൾ ഇപ്പോൾ സ്ഥിരം ചെയ്യുന്നതല്ലാതെ വരുമ്പോൾ അത് നമുക്ക് ലോഡായി മാറുന്നു. അതെൻ്റെ ഈ പ്രാവശ്യത്തെ ഈ മറ്റ് 10 ദിവസ ഫാസ്റ്റിങ്ങിലുള്ള ഒരു അനുഭവമാണ്. അതുപോലെ തന്നെ മനസ്സിൽ വന്ന ചില വ്യത്യാസങ്ങൾ, മനസ്സിൻ്റെ വല്ലാതൊരു ഭാരം കുറഞ്ഞ ഒരു രീതി ഇതിലെനിക്ക് അനുഭവപ്പെട്ടു. ദിവസങ്ങൾ കടന്നു പോകും തോറും ഒരു പ്രത്യേക ഒരു അനുഭവം. അതുപോലെ തന്നെ വയറിന് തീരെ ഒരു നിലയ്ക്കും ഒരു ഭാരമില്ലാത്ത അവസ്ഥ. മനസ്സിൻ്റെ ഭാരക്കുറവാണ് അത് ഏറ്റവും പ്രതിഫലിച്ചത്. അത് നമ്മുടെ ഭക്ഷണത്തിലേക്ക് കടക്കുമ്പോൾ, നമ്മുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ നാം ഇപ്പോൾ കഴിക്കുന്നതെല്ലാം നമ്മുടേതല്ല എന്നല്ല പറയുന്നത്. പക്ഷേ പ്രകൃതി നമുക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ, തീ കണ്ടെത്തുന്നതിന് മുൻപുള്ളതാണ് നമ്മുടെ ദഹനവ്യൂഹങ്ങളെല്ലാം തന്നെ. അതിന് പാചകം ചെയ്ത് കഴിക്കുന്ന ഭക്ഷണങ്ങൾക്ക് പൂരകമായിരുന്നില്ല. കാരണം അതിൻ്റെ സൃഷ്ടി ആ രീതിയിലായിരുന്നു. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മൾ നീങ്ങുമ്പോൾ, അതായത് വേവിക്കാത്ത ഭക്ഷണങ്ങൾ, അതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഞാൻ ഭക്ഷണം കഴിച്ചിരുന്നു, കാലത്തും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്നു, ബാക്കി സമയങ്ങൾ പാനീയങ്ങൾ കുടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കതിൻ്റെ മറ്റ് ക്ഷീണങ്ങളിൽ ഒന്നുമില്ല. പക്ഷേ ഈ സമയത്ത് ശരീരത്തിലും മനസ്സിലും വരുന്ന വല്ലാത്തൊരു സുഖമുണ്ട്.
ആ സുഖം എനിക്ക് മുഴുവൻ പറഞ്ഞറിയിക്കാൻ കഴിയില്ല. കാരണം എൻ്റെ സമീപന രീതി, വീട്ടിലുള്ളവരോടുള്ള സമീപന രീതിയിലെല്ലാം തന്നെ വളരെ ഒരു എന്താ പറയുക, വളരെ ഒരു മാധുര്യമുള്ള രീതി വന്നിട്ടുണ്ട്. ക്ഷോഭം വരുന്ന ഒരു പ്രകൃതമേ മാറിയിരിക്കുന്നു. അങ്ങനെ ഈ 10 ദിവസം വലിയൊരു മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായി ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഇത് തന്നെയാണ് പ്രധാന ഭക്ഷണം. ഇപ്പോൾ വേവിക്കാത്ത ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങളാണ്, ശരീരത്തിലും മനസ്സിലും വരുന്ന മാറ്റങ്ങൾ, അതാണ് ഇവിടെ പ്രധാനമായി ഞാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഫാസ്റ്റിങ്ങേ അല്ല, കാരണം അങ്ങനത്തെ ഒരു റോ ഡയറ്റ് എന്ന് മാത്രമേ ഇതിന് പറയാൻ കഴിയുള്ളൂ. മറ്റേത് ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ വാട്ടർ ഫാസ്റ്റിംഗ് തന്നെയാണ്. അതായത് വെള്ളം മാത്രം കുടിച്ചുള്ള ജല ഉപവാസം. അത് വലിയൊരു ചികിത്സയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇതേ സമയത്ത് ഇതിൻ്റെ അകത്തും കൃത്യമായ ശോധന കാര്യങ്ങളെല്ലാം സംഭവിക്കുന്നു. നല്ല സുഖമായ ഉറക്കം, നല്ല സ്വപ്നങ്ങൾ, അങ്ങനെ നമുക്ക് പറഞ്ഞാൽ മതിയാവാത്ത കുറേ അനുഭവങ്ങൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പറയുമായിരുന്നു, ഞാൻ ഒരു സംഭവം നടക്കുകയാണെന്നാണ് ഉദ്ദേശിച്ചത്. ഉണർന്നപ്പോഴാണ് അറിയുന്നത് സ്വപ്നമാണെന്ന്. സാധാരണ അത്രമാത്രം അതിലിഴുകി ചേർന്ന ഒരു അനുഭവമായി തോന്നി. ഞാനത് ഷൈലോട് പറയുകയുണ്ടായി. അങ്ങനെ ഈ 10 ദിവസത്തെ ഉപവാസം ഇതുപോലെ ലോകത്തിൻ്റെ പല ഭാഗത്തും ഉള്ള ആളുകൾക്ക് വ്യത്യസ്തമായിട്ട് ഒരുപാട് അനുഭവങ്ങളാണ് പങ്കുവയ്ക്കുകയുണ്ടായത്. ഞാൻ എൻ്റെ പ്രിയമുള്ളവരോട് കൂടി ഈ 10 ദിവസത്തെ അനുഭവം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ചെറിയൊരു ശ്രമം നമ്മൾ ഓരോരുത്തരും, നമ്മളുടെ അവകാശമായ പഴങ്ങൾ നമ്മളെ നിഷേധിച്ചിരിക്കുകയാണ്. പഴം പ്രമേഹം ഉണ്ടാക്കും, അതുണ്ടാക്കും. ഇങ്ങനെ പഴം നമ്മുടെ അവകാശമാണ്. രാവിലെ ഒരു നേരമെങ്കിലും പഴങ്ങൾ ഭക്ഷണമാക്കി സമൃദ്ധിയായി കഴിക്കുക. ഒരു രോഗവും അതുകൊണ്ട് വരുന്നതല്ല. കീടനാശിനി അടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തൊലി കളഞ്ഞ പഴങ്ങൾ കഴിക്കുക. മുന്തിരി പോലുള്ളവ നമുക്ക് ഓർഗാനിക്കായി കിട്ടുക വളരെ ബദ്ധപ്പാടാണ്. ഓർഗാനിക്കായി കിട്ടുകയാണെങ്കിൽ അത് കഴിക്കാം, അല്ലാതെ മുന്തിരി കഴിക്കരുത്. തൊലി കളയാൻ പറ്റുന്ന ഏത് പഴവും നമുക്ക് കഴിക്കാം എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാനുള്ളത്. ഒരു നേരം വയറ് നിറച്ച് രാവിലെ പഴങ്ങൾ, അത് ഏത് പഴമായാലും നല്ല രീതിയിൽ ഏതൊക്കെ പഴങ്ങൾ കിട്ടുന്നോ അതെല്ലാം അരിഞ്ഞിട്ട് അല്പം നാളികേരക്കൊത്തും അതുപോലെ കുറച്ച് ഈത്തപ്പഴവും ഇട്ട് ചെറിയ രീതിയിൽ കുറച്ച് തേനെല്ലാം ഒഴിച്ച് നല്ലൊരു ഫ്രൂട്ട് സലാഡ്, നല്ലൊരളവ് നമുക്ക് വയറ് നിറച്ച് കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് നമുക്ക് ഊണ് കഴിക്കുകയാണെങ്കിൽ തന്നെ അതിനിടയ്ക്ക് വിശക്കുകയാണെങ്കിൽ എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും കഴിക്കുക. അങ്ങനെ നമ്മുടെ ശരീരത്തിനോട് നമ്മൾ വലിയൊരു ബഹുമാനം കാണിക്കേണ്ടതുണ്ട്. നമ്മുടെ അവകാശമായ ഭക്ഷണം നാം നിഷേധിക്കരുത്. വൈകിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അതിൽ വലിയൊരളവ് നമ്മൾ റോ വെജിറ്റബിൾ, അതായത് സലാഡ് പോലുള്ള സാധനങ്ങൾ കഴിക്കണം. അത് നമ്മുടെ ശരീരത്തിൻ്റെ ആവശ്യമാണ്. മറ്റു പ്രോട്ടീൻ ഫുഡ് എന്തെങ്കിലും കഴിക്കുമ്പോൾ തന്നെ ഇത് വളരെ നിർബന്ധമായി കഴിക്കുകയാണെങ്കിൽ ആരോഗ്യ മേഖലയിൽ ആരോഗ്യതലത്തിൽ വലിയൊരു മാറ്റം നമുക്ക് കിട്ടും എന്നാണ് എനിക്ക് പറയാനുള്ളത്. എല്ലാവർക്കും ഗാന്ധി ജയന്തി ആശംസകൾ നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.